വെൽക്കം, തഹമനാണ്. ഈ വീഡിയോ നിയോപ്ലാസിയ ഓർ ക്യാൻസർ വീഡിയോ സീരീസിൽ നമ്മൾ ഗ്രേഡിംഗ് ആൻഡ് സ്റ്റേജിംഗ് ഓഫ് ക്യാൻസറിനെ കുറിച്ചിട്ടാണ്. ഒരു ചെറിയ വീഡിയോ ആണ്. സോ ഗ്രേഡിംഗ് ആൻഡ് സ്റ്റേജിംഗ് ഓഫ് ക്യാൻസർ ആൻഡ് ദിസ് ഗ്രേഡിംഗ് ആൻഡ് സ്റ്റേജിംഗ് ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഗ്രേഡിംഗ് ആൻഡ് സ്റ്റേജിംഗ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ക്യാൻസറിന്റെ ബിഹേവിയർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും ട്രീറ്റ്മെന്റ് പ്ലാൻ ഗൈഡ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ്. ഹൗ സീരിയസ് ഓർ ലൈഫ് ത്രെറ്റനിങ് ദ ക്യാൻസർ ഈസ് എന്ന് നമുക്കറിയാം. ദെൻ ക്യാൻസറിന്റെ അഗ്രസീവ്നെസ് നമുക്ക് അറിയാൻ പറ്റും. ദെൻ ഫ്യൂച്ചർ പ്രോഗ്നോസിസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഗ്രേഡിംഗ് ആൻഡ് സ്റ്റേജിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. സോ ഗ്രേഡിംഗിൽ നമ്മൾ നോക്കുക ഗ്രോസ് അപ്പിയറൻസ് ആണ്. സോ ഗ്രോസ് അപ്പിയറൻസ് ഓഫ് ക്യാൻസർ ആണ് നമ്മൾ ഗ്രേഡിംഗിൽ നോക്കുക. രണ്ടാമത്തത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഹൗ മച്ച് സെൽസ് ആർ ബീൻ ഡിഫറൻഷിയേറ്റഡ്. ഡിഫറൻസിയേഷൻ ഓർ അതിന് നമ്മൾ അനാപ്ലാസിയ ആയിട്ടുണ്ടോ, സെൽസ് ആർ ഡിഫറൻഷിയേറ്റഡ് ആണോ, അനാപ്ലാസ്റ്റിക് ആണോ, ഡിഗ്രി ഓഫ് ഡിഫറൻസിയേഷൻ. സോ അതാണ് നമ്മൾ നോക്കുക, ഡിഗ്രി ഓഫ് ഡിഫറൻസിയേഷൻ ആണ് നോക്കുക. പക്ഷേ സ്റ്റേജിംഗിൽ നമ്മൾ നോക്കുക എന്താണ്, സ്റ്റേജിംഗിൽ നമ്മൾ നോക്കുക ഹൗ മച്ച് ദ സൈസ് ഓഫ് ദ ട്യൂമർ. സൈസ് ഓഫ് ട്യൂമർ നമുക്ക് നോക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദ എക്സ്റ്റെന്റ് ഓഫ് സ്പ്രെഡ്, എങ്ങനെ പടർന്നിരിക്കുന്നു, എക്സ്റ്റെന്റ് ഓഫ് സ്പ്രെഡ് വിത്തിൻ ദ പേഷ്യന്റ്. സോ ട്യൂമർ സ്പ്രെഡ് ആയിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെയാണ് നമ്മൾ അറിയുക. ആദ്യം നമുക്ക് ഗ്രേഡിംഗ് ഓഫ് ക്യാൻസർ നോക്കാം. സോ ഗ്രോസ് ആയിട്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാം, പക്ഷേ പ്രധാന മൈക്രോസ്കോപ്പിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ക്യാൻസർ സെല്ലാണ്. സോ മൈക്രോസ്കോപ്പിയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡസ് ബൈ ദ ഹിസ്റ്റോപത്തോളജിസ്റ്റ് ഓർ പാത്തോളജിസ്റ്റ് ആണ് ചെയ്യുക. ഇപ്പൊ രണ്ട് ഹിസ്റ്റോളജിക്കൽ ഓർ മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ആണ് ഇതിൽ പ്രധാനം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന് ഡിഗ്രി ഓഫ് അനാപ്ലാസിയ നമ്മൾ നോക്കും. ആൻഡ് ഓൾസോ രണ്ടാമത്തെ നമ്മൾ നോക്കുക റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇത് രണ്ടും ആയിരിക്കും നമ്മൾ നോക്കുക. ആൻഡ് അനാപ്ലാസിയ ആൻഡ് ഡിഫറൻസിയേഷൻ ഇത് എന്താണെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ക്യാൻസറിന്റെ പാത്തോളജി വീഡിയോയിൽ പറഞ്ഞാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡിഫറൻസിയേഷൻ ഓഫ് സെൽസ് എന്ന് വെച്ചാൽ എന്താ? ഡിഫറൻസിയേഷൻ മീൻസ് ലൈക്ലിനെസ് ടു ദ നോർമൽ സെൽ എന്ന് വെച്ചാൽ ഹൈലി ഡിഫറൻഷിയേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സെൽ പോലെയാണ് എന്നാണ്. നോർമൽ സെല്ല് പോലെയുള്ള ഫംഗ്ഷനും അതിന്റെ മോർഫോളജിക്കലും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടു നോർമൽ സെൽസ് ആണ്. അപ്പൊ അനാപ്ലാസിയ നേരെ ഓപ്പോസിറ്റ് ആണ്. നോർമൽ സെല്ലുമായിട്ട് ഒട്ടും അടുത്ത് നിൽക്കാത്ത, ഒട്ടും തന്നെ സാമ്യമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ അനാപ്ലാസിയ എന്ന് പറയും. സോ ഇതനുസരിച്ച് ഡിഫറൻസിയേഷൻ ആൻഡ് അനാപ്ലാസിയ അനുസരിച്ച് നമ്മൾ 4 ഗ്രേഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്, ഗ്രേഡ് 4. സോ ഇങ്ങനെ 4 ഗ്രേഡ് ആയിട്ട് തിരിക്കുക. ആൻഡ് ഇത് നമ്മൾ വിളിക്കുക ബ്രോഡേഴ്സ് സിസ്റ്റം ആണ്. ബ്രോഡേഴ്സ് സിസ്റ്റം ആദ്യം കൊണ്ടുവന്നത് ശരിക്കും സ്ക്വാമസ് സെൽ കാർസിനോമ ഗ്രേഡ് ചെയ്യാനാണ് കൊണ്ടുവന്നത്. പക്ഷെ മിക്കവാറും എല്ലാ ക്യാൻസറിനും ഇത് ആപ്ലിക്കബിൾ ആണ്, നമുക്ക് ഉപയോഗിക്കാം. ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. വെൽ ഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്യാൻസറുള്ള കോശങ്ങൾ 75% ഓർ മോർ ദാൻ 75%, അതിന് മുകളിലോ നമ്മുടെ നോർമൽ സെൽസ് പോലെയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് ലെസ് ദാൻ 25%, 25% താഴെ സെല്ലുകൾ മാത്രമേ എന്തുള്ളൂ, അനാപ്ലാസ്റ്റിക് ഉള്ളൂ. സോ ഇത് നമുക്ക് വലിയ പ്രശ്നമില്ലാത്തതാണ്, നമുക്ക് ചികിത്സിക്കാം. ആൻഡ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ആണ്. മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ 25 to 50% അനാപ്ലാസ്റ്റിക് സെൽസ് ഉണ്ട് എന്നാണ് അർത്ഥം. ആൻഡ് ഗ്രേഡ് 3 ഈസ് ഓൾസോ മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ആണ്. ഇതിൽ 50 to 75% അനാപ്ലാസ്റ്റിക് സെൽസ് ആണ് ഉള്ളത്. അപ്പൊ ഗ്രേഡ് 4 എന്ന് പറയുമ്പോൾ പൂവർലി ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ 75%-ലും മുകളിൽ, മോർ ദാൻ 75% ഈസ് അനാപ്ലാസ്റ്റിക് ആണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് ഗുഡ് പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ 75%-ലധികം നമ്മുടെ നോർമൽ സെൽസുമായിട്ട് യാതൊരു സാമ്യവുമില്ലാത്ത സെല്ലുകളാണ് ക്യാൻസർ സെല്ലുകൾ. ഗ്രേഡിങ്ങിന്റെ ഒരു പ്രശ്നം വെച്ചാൽ പ്യൂർലി ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആണ് എന്നൊരു പ്രശ്നമുണ്ട്. ഒരാളാണല്ലോ ചെയ്യുന്നത്. സോ സബ്ജക്റ്റീവ് ആണ്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ, ശരീരത്തിലെ പല ഭാഗത്തെ ട്യൂമേഴ്സും ഡിഗ്രി ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഭാഗം, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ അത് വ്യത്യസ്തമാണ്. വൺ വേരി ഫ്രം വൺ ടു അതർ. ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ഉപയോഗിക്കുക, അതിന്റെ പേര് നോട്ടിംഗ്ഹാം മോഡിഫിക്കേഷൻ ഓഫ് ബ്ലൂം റിച്ചാർഡ്സൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുക, റിച്ചാർഡ്സൺ. ഓക്കെ. സോ ഇവിടെ നമ്മൾ എന്തൊക്കെ കണക്കിലെടുക്കും? പ്ലിയോമോർഫിസം കണക്കിലെടുക്കുന്നുണ്ട്, മൈറ്റോട്ടിക് ട്യൂബുകൾ ഫോർമേഷൻ. സോ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ഗ്രേഡിംഗ് കണക്കിലെടുക്കും. ഇപ്പോൾ G1 ഗ്രേഡിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഉദാഹരണത്തിന് മ്യൂസിൻ സെക്രീറ്റിംഗ് അഡിനോകാർസിനോമ ഓഫ് സ്റ്റൊമക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. അപ്പോൾ G1 ഗ്രേഡ് ആണ്. ദെൻ G3 ഗ്രേഡ് പറയണമെങ്കിൽ പാങ്ക്രിയാറ്റിക് അഡിനോകാർസിനോമ G3 ഗ്രേഡ് പൂർലി ഡിഫറൻഷിയേറ്റഡ് ആണ്. സോ ഗ്രേഡ് നമ്പർ മാത്രം കൊടുക്കുന്നതിനേക്കാൾ ഇപ്പോൾ G1, G2, G3, G4 എന്ന് എഴുതുന്നതിനേക്കാൾ ഇപ്പോൾ പാത്തോളജിസ്റ്റ് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും എഴുതുക മിക്കവാറും.
മിക്കവാറും. സോ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ വെൽ ഡിഫറൻഷിയേറ്റഡ് എന്ന് എഴുതാം അവർ, ഓർ കെരാറ്റിനൈസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നോൺ കെരാറ്റിനൈസ്. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും എഴുതുക. ആൻഡ് മൈറ്റോട്ടിക് സെൽസ് ഇപ്പോൾ കൗണ്ട് ചെയ്യാനായിട്ട് ഫ്ലോ സൈറ്റോമെട്രി ഉണ്ട്. ഫ്ലോ സൈറ്റോമെട്രി വെച്ചിട്ട് കൗണ്ട് ചെയ്യാം. ദെൻ ഇമ്മ്യൂണോബയോകെമിസ്ട്രി വെച്ചിട്ട് നമുക്ക് സെൽ പ്രോലിഫറേഷൻ മാർക്കേഴ്സ് ഒക്കെ പറയാം. ദെൻ ന്യൂക്ലിയർ പാരാമീറ്റേഴ്സ്, ഇമേജ് മോർഫോമെട്രി. സോ ഇങ്ങനെയൊക്കെയുള്ള പുതിയ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൂടുതൽ വ്യക്തമായിട്ട് ഗ്രേഡിംഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് സ്റ്റേജിംഗ് ഓഫ് ട്യൂമേഴ്സ് ആണ്. സ്റ്റേജിങ്ങിൽ ഇവിടെ എക്സ്റ്റെൻഡ് ഓഫ് സ്പ്രെഡ് ഓഫ് ട്യൂമർ ആണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുക. സോ നമുക്കപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷന്റെ റിസൾട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഇൻവെസ്റ്റിഗേഷണൽ റിപ്പോർട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ പത്തോളജിക്കൽ എക്സാമിനേഷന്റെ റിപ്പോർട്ട്, നമ്മൾ റിമൂവ് ചെയ്ത ഭാഗം സർജറി വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫൈൻ നീഡിൽ ബയോപ്സി വഴി എടുത്ത സംഭവങ്ങളുടെയൊക്കെ നമ്മുടെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ആൻഡ് ഇത് മൂന്നും വെച്ചിട്ടാണ് നോക്കുക. സോ രണ്ട് തരം സ്റ്റേജിംഗ് ഉണ്ട് പ്രധാനമായിട്ട്. ഒന്ന് TNM സ്റ്റേജിംഗ് ആണ്. TNM സ്റ്റേജിംഗ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ആൻഡ് പിന്നെ വരണുള്ളത് AJC സ്റ്റേജിംഗ് ആണ്. സോ TNM ആൻഡ് AJC സ്റ്റേജിംഗ് ആണ് പ്രധാനമായിട്ടുള്ള സ്റ്റേജിംഗ്. TNM സ്റ്റേജിംഗിൽ 3 കാര്യങ്ങളാണ് നോക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് T ആണ്. വാട്ട് ഈസ് ദിസ് T? T മീൻസ് സൈസ് ഓഫ് ട്യൂമർ ആണ്. സൈസ് ഓഫ് ട്യൂമർ നമ്മൾ നോക്കും. ദെൻ N ആണ്. N മീൻസ് റീജിയണൽ ലിംഫ് നോഡ്, ലിംഫിന്റെ നോഡ്. N ഫോർ നോഡ് ഇൻവോൾവ്മെന്റ് ആണ്, ഏതെല്ലാം ലിംഫ് നോഡുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. ആൻഡ് M മീൻസ് ഫോർ എന്താണ്? മെറ്റാസ്റ്റാസിസ് ആണ്. മെറ്റാസ്റ്റാസിസ് ഉണ്ടോ അല്ലെങ്കിൽ ഹെമറ്റോജീനസ് സ്പ്രെഡ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ. ടിയിൽ നമ്മൾ സാധാരണ T1 ഉണ്ട്, T2 ഉണ്ട്, T3 ആൻഡ് T4 ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേജ് ചെയ്യുക. ദെൻ T0 ഉണ്ട്, TX ഉണ്ട്, അതൊക്കെ ഞാൻ പുറകെ പറയാം. ആൻഡ് T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈസ് എന്ന് പറയുന്നത് ഒരു 2 സെന്റിമീറ്ററിനകത്താണ്, അതാണ് T1. ആൻഡ് 2 to 4 ആണെങ്കിൽ സെന്റിമീറ്ററിനകത്തുള്ള സൈസ് ആണെങ്കിൽ നമ്മൾ T2 പറയും. ദെൻ അപ് ടു 6 സെന്റിമീറ്റർ വരെയാണെങ്കിൽ നമ്മൾ T3 ആയിരിക്കും പറയുക. ദെൻ മോർ ദാൻ 6നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ T4 എന്നായിരിക്കും പറയുക. സോ സൈസ് ഓഫ് T1 ഇപ്പോൾ 1 ആണെങ്കിൽ നമുക്ക് ദാറ്റ് മീൻസ് ഗുഡ് പ്രോഗ്നോസിസ് ആണ്. അബവ് T4 ഒക്കെ ആണെങ്കിൽ നോട്ട് ഗുഡ് പ്രോഗ്നോസിസ് അല്ല എന്ന് നമുക്ക് പറയാം. ഇനി Nനെയും നമുക്ക് ഇതേപോലെ N1, N2, N3 അങ്ങനെ ആക്കാം. ദെൻ N0 നമുക്ക് എഴുതാം. സോ N0 മീൻസ് നോ സ്പ്രെഡ് ആണ്. നോ സ്പ്രെഡ് ഇല്ല, റീജിയണൽ ലിംഫ് നോഡ് ഒന്നും ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ സ്പ്രെഡ് ഇല്ല എന്ന് പറയാം. ആൻഡ് N1 ആണെങ്കിൽ 1 അല്ലെങ്കിൽ 2, 1 to 2 ഒരേ സൈഡിലെ എന്ന് പറയുമ്പോൾ ട്യൂമർ ഇപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഈ സൈഡിലാണ്, വലതുവശത്താണ് ബ്രസ്റ്റ് ക്യാൻസർ എങ്കിൽ ഈ സൈഡിൽ മാത്രം, ഇപ്സിലാറ്ററൽ സൈഡ് എന്നാണ് നമ്മൾ പറയാം. ഇപ്സിലാറ്ററൽ. സോ അവിടെ ആണെങ്കിൽ ആണ് നമ്മൾ എന്ത് പറയാ? N1 എന്ന് പറയാം. N2 ആണെങ്കിൽ രണ്ടിൽ അധികം ലിംഫ് നോഡ് ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതും ഇപ്സിലാറ്ററൽ ആണെങ്കിലാണ് N2 എന്ന് പറയാം. ദെൻ N3 ആണെങ്കിൽ നമ്മൾ കോൺട്രാലാറ്ററൽ, ഇപ്പോൾ റൈറ്റ് സൈഡിൽ ആണ്, ഇത് ലെഫ്റ്റ് സൈഡിലാണ് ക്യാൻസർ എങ്കിൽ ഈ സൈഡിലെ ലിംഫ് നോഡും ഇൻവോൾവ് ആണെങ്കിൽ നമുക്കതിനെ N3 സ്റ്റേജ് എന്ന് പറയാം. സോ കോൺട്രാലാറ്ററൽ ലിംഫ് നോഡ് ഇൻവോൾവ്മെന്റ് ആണ്, ട്യൂമറുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലിംഫ് നോഡിന്റെ ഇൻവോൾവ്മെന്റ്. ഇനി മൂന്നാമത്തെ നമ്മൾ ഉപയോഗിക്കുക M0യും M1 ഒക്കെയാണ്. M0 മീൻസ് നോ ആബ്സെൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഹെമറ്റോജീനസ് സ്പ്രെഡ് ആണ്, മെറ്റാസ്റ്റാസിസ് ഇല്ല, നല്ലതാണ്. M1 ആണെങ്കിൽ ഹെമറ്റോജീനസ് സ്പ്രെഡ് ഉണ്ട് എന്നുള്ളതാണ്. സോ രണ്ടാമത്തേതിന് ഇതാണെങ്കിൽ പ്രോഗ്നോസിസ് ഇസ് പുവർ ആണ്, നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ആൻഡ് മെറ്റാസ്റ്റാസിസ് നമുക്ക് കണ്ടെത്താൻ CT ഉപയോഗിക്കാം, MRI ഉപയോഗിക്കാം, PET ഉപയോഗിക്കാം. എങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക PET സ്കാനിങ് ആയിരിക്കും ഏറ്റവും അധികം ഉപയോഗിക്കുക. ഇനി AJC ഓർ അമേരിക്കൻ ജോയിന്റ് കമ്മിറ്റി, ഇതാണ് അമേരിക്കൻ ജോയിന്റ് കമ്മിറ്റി സ്റ്റേജിങ്. ഇത് നമ്മൾ കണക്കിലെടുക്കുക TNM സ്റ്റേജിങ് എല്ലാം തന്നെ കണക്കിലെടുത്തിട്ട് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റേജ് 0 മുതൽ 4 വരെയാണ് ആക്കുക. ഓൾ കാറ്റഗറീസ് ഓഫ് ദിസ് TNM സ്റ്റേജിങ് കണക്കിലെടുത്തിട്ടാണ് ഇത് ചെയ്യുക. ഞാനിവിടെ TXന്റെ കാര്യം പറഞ്ഞു. TX നമ്മൾ ചെയ്യുന്നത് ഈ പ്രൈമറി ട്യൂബർ കനോട്ട് ബി അസസ്ഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ TX എന്ന് എഴുതിയേക്കാം. ദെൻ T0 നമ്മൾ എഴുതുക നോ എവിഡൻസ്, പ്രൈമറി ട്യൂമർ കാണുന്ന എവിഡൻസ് ഇല്ല, നോ എവിഡൻസ് ആണെങ്കിൽ T0 നമുക്ക് എഴുതാം. ദെൻ T4ലും ഇതിലൊക്കെ നമുക്ക് ഡിഫറൻറ്റ് സബ് T4A, T4B അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ആൻഡ് ഇതേപോലെ Nന്റെ അകത്ത് നമുക്ക് NX എന്ന് എഴുതാം. ഓക്കെ, N0 നമുക്ക് എഴുതുന്നു നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവയിൽ തന്നെ പലതിനും വേണമെങ്കിൽ സബ് ടൈപ്പ് എഴുതാം. ഇപ്പോൾ N2A എന്ന് എഴുതാം, 2B, 2C ഇങ്ങനെയൊക്കെ സബ് ടൈപ്സ് ഒക്കെ നമുക്ക് ആക്കാം. ഇവിടെ നമുക്ക് സബ് ടൈപ്പ് ഇല്ല, M ആണെങ്കിൽ മെറ്റാസ്റ്റാസിസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്യൂമർ സ്റ്റേജിങ്. സോ ചെറിയൊരു വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.